ഓൻ ഗൈസ് കുറേ ദിവസമായി ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നത്. ഇന്നാണ് നമുക്ക് അവധി കിട്ടിയത്. ഉണ്ടല്ലോ കേട്ടോ ഗൈസ്. ഏതാ ഇപ്പോൾ ഉറക്കം? വിളിച്ചോ വിളിച്ചോ അജ്മൽ കമ്മോൺ നീച്ചു അജ്മലേ ഒന്നര അവിടെ കടന്നു. അപ്പോ ഞാനും ഇവിടെ കടന്നു, അനു അവിടെ കടന്നു. എവിടേക്കാ കടന്നു എല്ലാരും? അജ്മലെ നമ്മള് ഫുഡൊക്കെ പറ്റുന്നുണ്ടാവല്ലേ? അവിടെ തന്നെ കാണലുണ്ടെന്ന് അറിയില്ലാണോ? അമ്മ എങ്ങനെയുണ്ട്? ഇന്നിപ്പോ ആദ്യമായിട്ടൊരു പെൽച്ച നീച്ചലാണ് നീച്ചൂലേ? അജ്മലെന്നോണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഉമ്മ ഇന്നത്തെ നമ്മുടെ നോമ്പിന്റെ സ്പെഷ്യൽ ഉണ്ടാ? സ്പെഷ്യൽ എന്തൊക്കെയാന്ന് വെച്ചാല് കറി ഉണ്ട്, കോഴിക്കറി ഉണ്ട്, പപ്പടം, ചോറ്, പിന്നെ ബിരിയാണി. ബിരിയാണി നമുക്ക് നമ്മുടെ നിലമ്പൂരത്തെ ടോക്സിന്റെ ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു. നോമ്പ് തുറവുണ്ടായി ഗൈസ്. രാവിലെ നീച്ചോണ്ട് ആ ഒരു ഇതിലാണ്. ഇപ്പോഴൊന്നും തലച്ചോറിനൊന്നും ഒരിത് കിട്ടിയിട്ടില്ല അല്ലേ? സ്ഥിരത കിട്ടിയിട്ടില്ല. അതാണ് ഗൈസ് വേറൊരു പ്രശ്നം. നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ഉറങ്ങുകയാണ് അല്ലേ? മമ്മി എല്ലാവരും പേര് ഓനെ പല്ലേച്ച് നമ്മള് വിളിച്ചിട്ടില്ല. ഓൻ ഗൈസ് കുറേ ദിവസമായി ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നത്. ഇന്നാണ് നമുക്ക് അവധി കിട്ടിയത്. ഉണ്ടല്ലോ കേട്ടോ ഗൈസ്. ഏതാ ഇപ്പൊ ഉറക്കം? ഉറക്കല്ലേ? വിളിച്ചോ രാവിലെ പോണെന്ന് പറഞ്ഞാണ്. ഇമ്മമാന്റെ തുണി പോയി വിളിച്ചാലോ? ഓ ഇതിൽ ചീത്ത അറിയാമോ? ഫാൻ ഓഫ് ആക്കിയ വേഗം അറിയുവിന്. നല്ല ഉറക്കാണ്. അജ്മലേ നീച്ചനില്ലേ? പെരി പോണ്ട എനിക്ക് പെരിക്ക് രാവിലെയും പോവാ. ഞാൻ പോയി എന്താ തുണിയിട്ട് ഇറങ്ങി ഉറക്കി വിളിച്ചേ. അപ്പൊ തിരിഞ്ഞിറങ്ങും. വിളിയേട്ടപ്പോ സൗണ്ട് പോയി. ഫോണ് എല്ലാവരും അടിക്കും. ചാടി നീച്ചല്ലേ? നാണം വന്നു അജ്മൽ കമ്മോൺ നീച്ചു അജ്മലേ കമോൺ കോഴി കൂവി നീച്ച് ഇവിടെ 4-5 കോഴികൾ കൂവി. എങ്ങനെ വാ പല്ലേച്ചു വാ. ഒന്നര അവിടെ കടന്നു. അപ്പോ ഞാനും ഇവിടെ കടന്നു, അനു അവിടെ കടന്നു. എവിടേക്കാ കടന്നു എല്ലാരും? അജ്മൽ ആരാന്ന് ഗൈസ് നിങ്ങൾക്ക് കൂടുതൽ വിശദാക്കി തരുന്ന കാര്യം. അജ്മൽ ഒന്ന് പല്ല് തേച്ച് ഫ്രഷ് ആയി വരട്ടെ അല്ലേ? കുറച്ച് ടൈം തരിക. പോയി വാ, ഞാനിപ്പ വരട്ടോ. ഒറ്റ പോക്കിക്കാരാ. ഗോൾഗേറ്റ് അജ്മലെ പണ്ട് പല്ല് വെച്ചില്ലേ? അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഗോൾഗേറ്റ്. എല്ലാ സ്ഥലങ്ങളും അവിടെ തന്നെ ഉണ്ട്. പുലിയൊന്നും ഇല്ല. ഇപ്പൊ ഇറങ്ങൂല. ഒരു കരിമ്പുലി ഗൈസ്. ഇതാണ് ഞങ്ങളെ കരിമ്പുലി. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് കരിമ്പുലി എന്ന്. ആ എവിടെ പിരിക്കല്ലേ? ഇരിക്കാൻ കഴിച്ച് നമുക്കൊരു സ്ഥലം ഉണ്ടാക്കണം. അതാണ് ആദ്യത്തെ ചടങ്ങ്. ഒരു സ്റ്റൂളും പാടെടുത്താണ്. ഇങ്ങനത്തോടിടുകയാണെങ്കിൽ 3 ആൾക്ക് അങ്ങനെ പോകൂലേ? ആ അയിമക്ക് ഇരിക്കാലോ കസാലല്ല. അവിടെ ആയിരിക്കുമ്പോ ഇരിക്കുവോ? എന്നാ ഇത് മതി, സ്ഥലം ഇത് മതി കൈസ്. അപ്പൊ സെറ്റായി. പിന്നെ ഇങ്ങോട്ട് വരൂല ഒരു കസാര. അതിനുള്ളിൽ നിസ്കരിച്ചാൻ പോകും. കോഴി കൈസ് മത്സരിച്ചാണ് കൂണത്. ഇതാ കോഴി ഇതാ അവിടെ. അങ്ങനെ ഇനി എന്തിനാ? അപ്പൊ ഇനി എത്ര 5 ആൾക്കുണ്ട് നമ്മള്?
പിന്നെ 5 ആൾക്കാരുണ്ടല്ലേ? നമ്മള് 4 ആൾക്കാരും 5 കൂട്ടി. ഇത് മതിയല്ലോ, ഒരാളവിടെയും ബാക്കി 4 ആൾക്കാർ ഇവിടെയും. ഓന്റെ മനസ്സിൽ ഇത് കാളാ പാന്തി ആള് ഉറക്കത്തത് നീച്ചിട്ട് വീഡിയോ കൊണ്ട് വന്നിക്കണ്. അങ്ങനെയും കേൾക്കാണല്ലോ ആളെ. അതുണ്ടാവും, പല്ലി സുഖം വന്നോളൂ. എന്തൊക്കെയാ ചിക്കൻ പൊരിച്ചുണ്ടോ സ്പെഷ്യൽ? ഇല്ല, കുറച്ചല്ലേ ഉള്ളൂ ഇനി. ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ചിക്കൻ ആൾക്കാരിങ്ങളല്ലേ നമ്മളിന്നലെ എപ്പഴാ വന്ന് നമുക്ക് ചിക്കൻ വാങ്ങിയാ മതി. നിങ്ങളെല്ലാരും ഉറങ്ങി, ഞാൻ എളുപ്പം ചോറും ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ. ചാറെന്താ ഒന്നുമില്ലല്ലോ, അഥവാ രാത്രി ചോറ് തിന്നാണെങ്കിലോ വെച്ച് കാണി ഞാൻ എളുപ്പം കറി ഉണ്ടാക്കി. എന്നാലും അജ്മലെ ആരാന്ന് ഞങ്ങള് ചുരുക്കം പറഞ്ഞുതരാ, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മമ്മനെ പറഞ്ഞു കൊടുക്കും. ആ ടൈം ആവട്ടെ, എത്തട്ടെ വേദിയിലേക്ക് ചിക്കൻ കറിയെങ്കിലും ഉണ്ട്. ഞാനിത് ചിക്കൻ കറി ഇല്ല, താളിപ്പേക്കാരുന്നേ. അല്ല താളിപ്പാണ് ഈ ഗൈസ് രസം. ആണോ? നമുക്ക് താളിപ്പ് കൊടുക്കല്ലേ? ബിരിയാണി ഉണ്ടോ? ബിരിയാണി ഏതാ? ബിരിയാണി ഞാൻ ഇന്നലെ തിന്നിട്ടില്ല. ഞാനും തിന്നിട്ടില്ല. ഇന്നലെ കപ്സ പോലത്തെ എന്തോ സാധനം തിന്നെ. അവിടുന്ന് എപ്പോന്നോ അതാ ഉമ്മ പറഞ്ഞത്, ഉമ്മമാക്ക് ഇഷ്ടപ്പെട്ട അതാ. എപ്പോന്ന് എന്താണ് തണുത്തോണ്ടായിക്കോട്ടെ. എന്താതോ നോമ്പ് തുറന്നേക്കുന്നു. അജ്മല അവിടെ നിന്നോ? അങ്ങോട്ട് വരുന്നില്ലേ? ആലോചിച്ച ഇനിയിപ്പോ ഞാൻ എങ്ങനെ അങ്ങോട്ട് കേറും? എന്തിനാ ഓനല്ലേ ഉണരൂ, ഉപഭോക്താവേ ഉണരൂ. ഇങ്ങോട്ട് കേറി വന്നിട്ട് ക്യാമറ മുമ്പിൽ പിടിച്ചിരിക്കുക. കേറി കഴിച്ചു വരെ അത് നീങ്ങിരിക്കടി. നിങ്ങളവിടെ പെൽച്ചക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ അജ്മലെ? നിങ്ങളവിടെ പെൽച്ചക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇരുന്നോട്ടെ. ഒരാഴ്ച ചോന്റെ റീലെ ഓടി വരുന്നുള്ളൂ, അത് സെറ്റ് ആയി എടുക്കണം. അജ്മലെ ചാടി ചാടിക്കേ. ഇജി വേറെ സെപ്പറേറ്റ് മാറിയിരുന്നോ? കാരണം ഇജി അങ്ങനെയാണ് അറിയിക്കണം. ഇപ്പൊ കസാല മാറ്റാനായോ? ടൈം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. വാങ്ങപ്പെടാ 6 മണി 5:45 5:15 5:30 5:30 മമ്മയുടെ സീറ്റ് മാറി കളിച്ചത്. വട്ടം വട്ടം നാരങ്ങന്തോ എനിക്ക് സീറ്റ് മാറി കളിച്ച. എന്നാ വാതിലടച്ചടാ. നമ്മക്ക് ഈ കാലാവസ്ഥ ഉണ്ടല്ലോ, അപ്പൊ ഇജെന്താ നോമ്പ് എടുക്കാൻ ഇജെന്താ കഴിച്ചല്? കിടക്കലല്ലേ നീ ഏത് വെച്ചിട്ടുണ്ട് കിടക്കേ? കുറച്ച് നിങ്ങൾ ഈ സമയത്ത് എന്നോട് പോല എനിക്കൊക്കെ നല്ല പോലോ. പുതപ്പും കൂട്ടിയാണെ കടന്നിക്കണേ പുതക്കാതെ. അത് തണുക്കുണ്ട്, പുതപ്പിനെ കൊടുക്കണോ കടന്നിക്കണേ. പുതപ്പ് പുതക്കാതെ പിന്നെ തണുക്കുണ്ട്. ഇന്നലെ നമ്മളെപ്പോഴും ഉറങ്ങി നമ്മളോ? ഞാനൊക്കെ നേരത്തെ ഉറങ്ങി. ഉറങ്ങി ഞാനൊക്കെ ഇരുത്തിന്നോ ഉറങ്ങിന്നോ? അതിന്റെ ഇടയിൽ കൂടെ പബ്ജി വെടിയും പോയി ഉറങ്ങാൻ നിന്നപ്പോ സാറ്റ് തോറ്റിട്ട് ഉറങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഇവരാണ് വെടിയും പോയി. ഇപ്പൊ ഞാനല്ലോ ഒക്കെ കഴിഞ്ഞിട്ട് മുന്നേ ഒരു സിനിമ വന്നിക്ക മുന്നേ ഉണ്ടായിന് രാത്രി. ഞങ്ങള് കുറച്ചു നേരം വണ്ടി അജ്മല് കാറും കൊണ്ടാ വന്നീന്. അപ്പൊ ഓന്റെ കാറും കൊണ്ട് ഇടയ്ക്കര അങ്ങാടി കൂടെ ഒക്കെ തെണ്ടി തിരിഞ്ഞ് നടന്ന് വെള്ളം കുടിച്ച് ഒരു 12 മണി ചിലപ്പോ നമ്മളിവിടെ തിരിച്ചെത്തിയില്ലേ. കുറച്ചേരം വിശ്രമിച്ചാണ്ടി വന്നേക്കാം. അപ്പൊ അതിന് കൊണ്ടുപോയില്ലേ ഫുള്ള് ഫാൻസ്.
ഓ മലപ്പുറത്തുനിന്ന് നിൽക്കാണ് ഗൈസ്, മലപ്പുറത്തുനിന്ന് അജ്മല്. ഓന്റെ നാട് തന്നെയല്ലേ, ഓന്റെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ അല്ലേ. എവിടെയെങ്കിലും കഴിച്ചു സെൻട്രൊക്കെ വേണമെന്നില്ല കറി. താളിപ്പല്ലേ ആദ്യം കണ്ടിട്ടില്ലല്ലോ. താളിപ്പെടുത്തിട്ടില്ല. താളിപ്പാർക്ക് വേണ്ടി അപ്പൊ ആരത്ത് താളിപ്പ് ശരി. എനിക്ക് ബിരിയാണി കണ്ടിട്ട് വെറുംചോറ കിട്ടിയത്. കമ്പനിക്ക് നഷ്ടം. ദാഹം വേണം കുറച്ച്. ആ മൈക്കെടുത്താണ് കറി കിട്ടു. ചിക്കൻ പൊരിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ കരിഞ്ഞ കറി. ഇവിടെ നോട്ടെ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ അജ്മൽ. അജ്മല് ആരാണ് ഉമ്മ? ആരായിട്ട് നമ്മളുടെ ആള് തന്നെ, നമ്മളൊരാളാണ് ഇല്ലേ? ആളായി അജ്മല് പോയി നിങ്ങളെ മാനേജര്. അതെ ഗൈസ്, ഞങ്ങളെല്ലാരും മാനേജറാണ്. ഈ കാണുന്ന അജ്മൽ കണ്ട ചെറുതായി തോന്നുന്ന വലിയൊരാളാണ് ഗൈസ് അജ്മൽ. വലിയൊരു സ്ഥാനമുള്ളൊരു മാനേജർ ആയിരുന്നു. അന്ന് നിങ്ങളെ ഓൻ വേക്കണ്ടീനി, ഇപ്പൊ നിങ്ങളെ ഓനെ വേക്കലാണ്. അന്ന് ഗൈസ് ഞങ്ങൾ അടിച്ച് എല്ലാരും ഇവിടെ താഴത്തെ ഒരു പെരല്ലേ നമ്മൾ പൊളിഞ്ഞാടി, ഇവിടുത്തെ നേരെ അപ്പുറത്തെ ഈ പേരാ. അവിടെ അറിയോ? ഇത് തുറന്ന് കാണിച്ചു കൊടുത്തോളാം, ഇരുട്ടാണെങ്കിലും കണ്ടോട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ആ കാണുന്ന ഇരുട്ട് പെരല്ലേ, ഇരുട്ട് പേര് ഇരുട്ടേ കാണുള്ളൂ. അവിടെ ഗൈസ് ഒരു പെരുണ്ട്, അവിടെ ഇവിടെ ഒരു പേരുണ്ട്, ഒരു പൊട്ടി പൊളിഞ്ഞാടി പെര. ആ പെരയിലാണ് ഗൈസ് ഇപ്പം വന്നിരുന്നീനെ. എന്നിട്ട് ഇവിടുന്ന് അതായത് നമ്മള് വരിക്കാറില്ല. നമ്മള് ഗൈസ് അവിടെ ആ പെരയിലാണ് നിന്നീനെ ഞങ്ങള് മൂന്നാളും. പിന്നെ മുന്നിയും വരും രാവിലെ വിളിച്ചാൽ. അതെ, ഞങ്ങളെല്ലാരും അവിടെയാണ് കാണുന്നീന്. കോട്ടരുമി, ഇഷ്ടംപോലെ കോട്ടരുമി, പിന്നെ പാമ്പും. എന്നിട്ട് ഓൻ പെരയിൽ കുളിച്ചറിയും, ഞാൻ ഇവിടെ മൃഗശാലയിലാ വന്നിരിക്കണം. രാത്രി ആണെന്നുണ്ടെങ്കിൽ പന്നിയാളുണ്ടാവുന്ന അവിടുത്തെ കൂടെ. എനിക്ക് കൂടെ ഭയങ്കര സുഖ. കൂട്ടിന് കൊറേ ആൾക്കാരാണ്. അന്നാണെന്നുണ്ടെങ്കില് ഷെഫീക്ക് വന്ന ടൈം പറ്റിയാണില്ലേ? ഷെഫീക്കും വന്നിന്. ഷെഫീക്ക് അറിയുന്ന ഗൈസ് ഞങ്ങളെ വലിയ കാക്ക, ഓനും ഉണ്ടായിരുന്നു അന്ന് ഇവിടെ നാട്ടില്. പിന്നെ ഗൈസ് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ കമ്പനിയിലെ. അതെ, കൊറേ ആൾക്കാരുണ്ട് കമ്പനി. അജ്മലുണ്ടെങ്കിൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഗൈസ്. കാരണം പറഞ്ഞ അന്ന് ഞങ്ങള് ഷോപ്പിൽ കേറിയിട്ട് ഞാൻ ഏകദേശം ഇവനും ഞാനും ഏകദേശം ഒപ്പാണ് കയറിയത്. പിന്നെ മോണ്ടൻ ബാംഗ്ലൂരാണ്. പിന്നെ കുറച്ചൊരു 6 മാസമായി കഴിഞ്ഞപ്പോഴല്ലേ പിന്നെ നാട്ടിലേക്ക് വന്നു. പിന്നെ ഇവനെ പിടിച്ചാണ്ട് അവിടെ കയറ്റി. ഇപ്പൊ അവിടെ കയറ്റി അന്ന് തുടങ്ങിയതാണ് കണ്ടത്. ശരി, ആരൊക്കെ അറിയാം, ഞങ്ങള് ഒരു കടയില് ഞാന് ഇപ്പം അജ്മല് മുന്ന ഞങ്ങളെല്ലാരും നബീല് എല്ലാരും ഒരു കടയിലാണ്. അല്ല അതൊക്കെ ഒരു കാലം ഗൈസ്. അന്ന് നബീലല്ലേ, നബീലെ കഴിഞ്ഞിട്ടാ അല്ല അതൊക്കെ ഒരു ടൈം. ശ്രദ്ധിച്ച് കണ്ടോളി. സ്ഥലം പറഞ്ഞു കൊടുക്കേ. സ്ഥലോ വേങ്ങര ഊരകം, മലപ്പുറം വേങ്ങര ഊരകം ഗൈസ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നിന് ഗൈസ്, അറിയാത്തവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്ളോഗിലുണ്ട് അജ്മൽ. കഴിഞ്ഞ നോമ്പിനല്ല, ഏതൊരു ഇതിന് നമ്മള് കഴിഞ്ഞ നോമ്പിനാണ് നമ്മള് ഇവിടെ കോഴിക്കോട് പോയില്ലേ. എന്നിട്ട് അമ്മ അവിടെ ഛർദിച്ചു. ഞാനല്ല ഉമ്മാന്റെ നോമ്പ് ബാധിക്കുന്നത് ഛർദിച്ചിക്ക. ഞാനൊക്കെ പിന്നെയും പിടിച്ചു കേട്ടോ. കൺട്രോൾ. നമ്മള് ഫുഡൊക്കെ പറ്റുന്നുണ്ടാവല്ലേ? അവിടെ തന്നെ കാണലുണ്ടെന്ന് അറിയില്ലാണ്ടോ? ഇതന്നെയല്ലേ മമ്മ എങ്ങനെയുണ്ട്? ഇന്നിപ്പോ ആദ്യമായിട്ട് ഒരു പെലച്ച നീച്ചലാണ് നീച്ചൂലേ? അജ്മൽ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു. മോനെ പറയുന്നല്ല, ഞാൻ ഒരു കാഴ്ച ഒരു 2 വിട്ടു. അതിന്റെ അടിയില് ആകെ 4 നോമ്പായിട്ടുള്ളൂ തന്നെ. മുന്നോട് ചോദിച്ചപ്പോ മുന്നക്ക് തപ്പല്. ഞാൻ
ഞാൻ ഒരു 4 വിട്ടു പറഞ്ഞു. 5 നോമ്പ് ആയിട്ടുള്ളൂ പറഞ്ഞു. ലൈഫിലാദ്യത്തിന് ക്യാമറയും പിടിച്ചു എടാ തിന്നടാ ചോറ് തിന്നടാ ഗൈസ്. ചോറ് തിന്നടാ. നമുക്ക് ഇനി ചോറ് തിന്നിട്ട് സംസാരിക്കാം. നീ ചോറും തന്നെ നടക്കൂല കേട്ടോ. ചോറുന്നട്ടെ, ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചേണ്ടേ നമുക്ക് സാവധാനം നമുക്ക് സംസാരിക്കാം. അപ്പൊ ഓ ഇനിയുണ്ടോ സംസാരം? ഇതിനൊരു അന്ത്യല്ലേ മുന്നണി കൂടി ഇവിടെ നിർത്തിക്കൂടെ? നിക്കണ്ടേ മുന്നേക്ക് പേര മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന ഉടക്കം വരില്ല. ഓണി കൊണ്ട് പണ്ടൊരു പ്രൊമോഷന് കൊച്ചി പോയത് മാത്രം ഓർമ്മയുണ്ട്. അവിടെ കിടന്ന് പെരൂ കരച്ചില് ഇച്ച് പെരി പോണം തലവേദന എടുക്കണ്ട്. ഓന് മൈഗ്രെയിൻ ഉണ്ട്. ഒരു സ്ഥലം മാറി കിടന്നു കഴിഞ്ഞാൽ ഓനക്ക് മൈഗ്രെയിൻ വരും. അങ്ങനെ ഒരു തന്നെയാണ്. ഇതില് കൊറേ കഥകളുണ്ടല്ലേ? ഇഷ്ടം പോലെ ഇഞ്ചി പോയിന് ശേഷം കൊറേ ഉണ്ടായിന്. കൊറേ കഥകളില്ലേ? നമ്മളതില്ല. നമുക്ക് കൂടുതൽ പിന്നെ സംസാരിക്കാം. ഇപ്പൊ ചോറ് കഴിക്കാം. അതെ ചോറിന് കഴിച്ചാണ് കഴിച്ചല്ലേ? ചോറുന്നു അങ്ങനെ ബിരിയാണി ഉണ്ട് കേട്ടോ. ഉണ്ട്. ഓക്കെ ബിരിയാണിയോ? ബൊഫേണ് ഇവിടെ. പെൽച്ചക്ക് കഴിച്ച് ബൊഫയാണ് ഇവിടെ. അപ്പൊ ഓക്കെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ പൊരേ പോട്ടെ ഇറങ്ങണാക്കണേ. എന്ത് എന്തിന് ഇന്നലെ ഇട്ടത്ത് പേർക്ക് വന്നപ്പോ ഞങ്ങൾ റൂം കണ്ടില്ലല്ലോ. ഇത് ഇവിടെ സെറ്റപ്പ് ആക്കി ചാണ്ട് ഫോട്ടോസോ പെയിന്റ് മാറി കണ്ടില്ലേ? അടുപ്പം കൂടി ഇങ്ങനെ അടുപ്പും കൂടി ഇങ്ങനെയാണോ? ചിമ്മിനി ഇങ്ങനെയുണ്ട് മാമ. വെറൈറ്റി അല്ലേ? കറുപ്പുണ്ടാവില്ലേ? പേരിട്ടോട്ടെ. ഇതാണ് അജ്മൽ തുണി കൊടുക്കുന്നത്. അജ്മൽ തുണി എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? മാറ്റട്ടെ. ഓഞ്ഞ് ഇറങ്ങി മണ്ടോന്ന് അറിയില്ല നമ്മളിവിടെ എടുക്കുമ്പോത്തിന്. ഇവിടെ ആക്കണേ. ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചിട്ടോ. വെറുംചോറും തിന്നു, അതിന്റെ ബാക്കിൽ കുറച്ച് ബിരിയാണി കൂടി തിന്നു. എന്താ അറിയില്ല. അടുക്കള ക്ലീനിങ് ആണ്. കുപ്പിരോളം നടത്തിക്കണേ. നാളെ രാവിലെ തണുത്തള്ളം വേണ്ടേ? അങ്ങോട്ട് പോകുമ്പോഴേ നോമ്പുറക്കുമ്പോക്കല്ലേ? ആ ഗൈസ് ഒരു കാര്യമുണ്ട്. ഇന്ന് നമുക്ക് അത് പറഞ്ഞു. ഇന്ന് നമുക്ക് നമ്മളെ ആപ്പാപ്പാനോടെയാണ് തുറവില്ല. അതായത് പീപ്പിൾസ് വില്ലേജ് ഇല്ലേ, താത്ത എല്ലാവരും നിൽക്കണം അവിടെയാണ് നമുക്ക് തുറവില്ലത്. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പെടുത്തിക്കണേ നമ്മൾ അവിടെ പോയി തുറക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല അതല്ല കേട്ടോ, ഞാൻ ഒരു ഇത് പറഞ്ഞാണ്. നോമ്പ് നമ്മളെല്ലാം എടുക്കണം. ഉമ്മ എന്താണ് നോമ്പെടുക്കണേ? ഞാൻ തുറക്കാൻ പോകാൻ വേണ്ടിയിരുന്നു. ഒരു പതിവായിട്ട് എടുക്കണല്ലേ. അതന്നെ. അപ്പൊ എടുത്തു. ഞാൻ തുറക്കാൻ വേണ്ടി നോക്കില്ല, എന്നാലും ഞാൻ നോമ്പെടുക്കണേ. കരുതൂലേ തുറക്കാൻ പോകാൻ വേണ്ടിട്ട് മാത്രം നോലുമ്പെന്ന് എല്ലാ ഫുള്ള് നോമ്പ് എടുത്തുട്ടോ. അതന്നെ പറഞ്ഞത്. കൊരങ്ങന്മാരല്ലടാ വവ്വാലേ. അപ്പുറത്ത് കഴിച്ച് ഒരു പ്ലാവുമരം ഉണ്ട്, അതായത് ചക്കമരത്തുമ്മേ വവ്വാല് വന്നിരുന്നാണ്. ഒച്ചയും വിളി, ആകെ ഒച്ചയും വിളി. ഞാൻ ടോർച്ചടിച്ച പോയി നീങ്ങി ഇങ്ങനെ പോണ് വവ്വാല്. എന്നാ അടുക്കളത്തെ പണി കഴിഞ്ഞോ? ഇനി മോറാൻ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. തന്നെ വിളിച്ച് മോറാൻ വന്ന അജ്മനെ അജ്മനോട് ഓനെവിടെ? ഏയ് അവിടെ ഉണ്ട് അജ്മൽ. ചാടിക്ക് എന്ത് ചെയ്യും? ഉറങ്ങി തൂങ്ങിക്കണ്. ആ ഇന്നലെ മ്ലാവ് കാട്ടില് ഞങ്ങള് ഇന്നലെ മുണ്ടേരി അതായത് പൂത്തല ഭാഗത്ത് കൂടെ ഇങ്ങനെ പോയപ്പോ അവിടെ കാട്ടിലുണ്ട് മ്ലാവ്. പ്ലാവ് ചക്കമരം മാന്റെ വലിയൊരു സാധനം. അതവിടെ ആ കാട്ടിലുണ്ട്. ഞങ്ങൾ പോയപ്പോണ്ട് റോഡ് സൈഡില്. അതിന്റെ സൗണ്ട് എന്ത് സൗണ്ട് അത്? മറ്റേ എന്താ ലോറിന്റെ ഓൺ അടിച്ചു നോക്കിയൊരു സാധനം ആളെ പഠിപ്പിച്ചാൻ വേണ്ടിട്ട്. കൂട്ടില് മ്ലാവ് പറഞ്ഞ മറ്റേ മാനില്ലേ, വലുതല്ലേ? തൂക്കണാങ്കുരി വല്ലത് കേട്ടോ. മാന്റെ വലുത് കൂട്ടിലോ അവിടെ കൂട്ടിലിട്ട് പിടിച്ച് തീർത്തിക്കാണ്. അപ്പൊ പറഞ്ഞെടുക്കല്ലേ? അതെ
മുന്നേ അതിനെ കാണണമെന്നുണ്ട് മുന്നേ എന്താ പറയാ മുന്നേ സൗണ്ട് കേട്ടപ്പോ തന്നെ ഗ്ലാസ് വെക്ക വേഗം ഗ്ലാസ് വെക്ക പേടിച്ചിട്ട് അതിന് മൃഗശാല അല്ലത് അത് എന്തോ ഇതില് കണ്ടതാണ് അതിനെ ഇതിൽ കയറി നമ്മളെന്ന് കാണണം തന്നെ നമുക്ക് തൊപ്പക്കാട് പോലീസോ പനി കൊണ്ട് മൈസൂര് സൂ ഒക്കെ ഉണ്ട്, മൃഗശാല ഉണ്ട്, എല്ലാം കാണാം. തപ്പക്കാട് മൃഗങ്ങളൊന്നും ഇല്ല. വേറെ അന്നേ ഇപ്പം മൈജിയിലുള്ള ടൈമിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതിൽ പിന്നെ ഇപ്പം നാട്ടിലേക്ക് പോയി, അതായത് ഇവിടുന്ന് ഏകദേശം 2 വർഷമായിട്ടില്ലേ ഇവിടെ സംഭവം പറയോ? അല്ല 2 വർഷം ഇവിടെ നാട്ടിലുണ്ടായിന്. അപ്പൊ 1.5 വർഷം. അപ്പോൾ അന്നും എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. അതിൽ പിന്നെ ഇവിടുത്തെ മാനേജിങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി. പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് ലീവിന് വന്നപ്പോൾ പെട്ടെന്ന് ഞാനും മുന്നേ ഇബനും നമ്മൾ 3 ആൾക്കാരല്ലേ പോയിട്ടുള്ളൂ. പെട്ടെന്നുണ്ടായൊരു പോക്കാണ്. മെയിനായിട്ട് മുന്നേ പറഞ്ഞ പുലിയുണ്ട്, ആനുണ്ട്, എല്ലാം ഉണ്ട് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പോണതൊക്കെ ഒരു ഈച്ചനെ പോലും കണ്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ പോയിട്ട് ഒരു തേങ്ങനെ കണ്ടിട്ട് ഇവിടെ ഒരു കാട്ടുപോത്തിനെ പോലും കണ്ടില്ല. ആകെ കണ്ടത് കുരങ്ങന്മാര് 4-5 മാനുകളും. നേരെ വിട്ട് മൈസൂർക്ക്. എന്നിട്ട് മുന്നേതോ കാട്ടിക്കൊണ്ടേതാ അതിവിടെ കടല്ലേ, ഇത് തമിഴ്നാട് കടയാണ്. എന്നിട്ട് എന്താ ഈ വാശിക്ക് ഞങ്ങള് നേരെ മൈസൂര് സൂ കിട്ടു. അവിടെ ചെന്നാണ്ട് കാക്കട പുലി ഓരോരുത്തർ അങ്ങനെ കാട്ടിക്കൊടുത്തു. ചത്ത പുലി ഇപ്പൊ നീച്ചു വിചാരിച്ചു അവിടെ വിളിച്ചു നോക്കിയാൽ മൈൻഡ് ഇല്ല. അല്ല അങ്ങനെയൊക്കെയാണ് ഈ ഗൈസ്. ഇതുവരെ സൂക്ക് പോയിട്ടില്ലല്ലോ, മൃഗശാലയ്ക്ക് പോയിട്ടില്ലല്ലോ, മൃഗങ്ങളെ സ്ഥലത്തേക്ക് പോയിട്ടില്ലല്ലോ. മണക്കൂലേ കോഴി ഫാം അല്ലത്. അത് ശരി, മൃഗശാലയാണ് പറഞ്ഞേ, കോഴി ഫാം അല്ല. അതാ മണക്കൂല് അവിടെ മാമ ഫുൾ നീറ്റാണ് അവിടെ. ഈറ്റങ്ങളെയൊക്കെ വളർത്തുന്ന സ്ഥലമല്ലേ മണക്കാതക്കോ. അത് ക്ലീനാക്കാൻ ആൾക്കാരുണ്ടേ. 10-12 ആൾക്കാർ അതിന്റെ ഉള്ളിൽ കൂടെ ഉണ്ടാവും നടന്ന് ക്ലീനാക്കി. കോഴി ഫാമും പന്നി ഫാമും അതല്ലേ അങ്ങനല്ല, എനിക്കറിയാം, അതെനിക്കറിയാം. മമ്മാനെ പറഞ്ഞിട്ട് കാര്യം മമ്മ എന്തേരെ കണ്ടിട്ടില്ല. ദുബായിന്നൊക്കെ നാള് പറഞ്ഞ മൈക്ക് 2 നാളല്ലേ ദുബായിന്ന് അങ്ങനെ എന്തെല്ലാം കഥകൾ. ഒട്ടകത്തിനെ കാണാൻ ഒട്ടകത്തിന് പുറത്ത് ഞങ്ങള് കേറിയില്ല. അപ്പം നേരത്തെ ഞങ്ങള് നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ നാട്ടിൽ ഞങ്ങള് മംഗലാപുരത്ത് കോഴിക്കോട് ബീച്ചിലുണ്ട് മിനിയൂട്ടിണ്ട്. മിനിയൂട്ടി ഒട്ടകം അതന്നെ മിനിയൂട്ടിലുണ്ട്. കേറാൻ പറ്റുമോ? കേറാൻ പറ്റില്ല, അറിയില്ല. അതിന്റെ അടുത്ത് പോയാലേ ഞങ്ങള് കോഴിക്കോട് നിന്ന് പറ്റും. ഞങ്ങള് മംഗലാപുരം പോയിനി. അപ്പൊ അവിടുന്ന് കണ്ടീനി ഒട്ടകത്തിനെ. ഒട്ടകം കുതിരയുണ്ട്. നേരെ ഒട്ടകത്തിന് പുറത്ത് കയറി അത് കൊണ്ടുവരാൻ വേണ്ടി. ഏയ് കുതിര എപ്പോഴും കാണുന്ന സാധനല്ലേ, എപ്പോഴേലൊക്കെ കാണൂലേ. ഒട്ടകത്തിന് ആദ്യമായിട്ടല്ലേ കണ്ടേ. കുതിര പായ കിട്ടൂലല്ലോ. മറ്റേതാകുമ്പോ കുറച്ച് കൊഴങ്ങിട്ട് നിന്നാലോ. മോനെ അവിടെ പോയ പല്ലേക്ക് പോയപ്പോൾ ആ സാധനം ഒന്ന് നീച്ച അതിന്റെ അടികൾ പോലെ. ഇവനോട് ഞങ്ങൾ പറഞ്ഞു നാട്ടിലൊക്കെ പുലി ഇറങ്ങിയിരുന്നു. സത്യത്തിലൂടെ നാട്ടില് പുലിയൊക്കെ ഇറങ്ങിയിന്. അപ്പൊ അതിന്റെ കഥയൊക്കെ ഇന്നലെ രാത്രി ഇങ്ങനെ പറഞ്ഞിങ്ങനെ തരുന്നിട്ടുള്ളൂ. രാവിലെ ഇപ്പൊ പല്ലൊക്കെ ഇറങ്ങിയപ്പോ ഇവരൊന്ന് പേടിപ്പിച്ചും ചെയ്തു, പുലി ഉണ്ടാവട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പകുതി ഇറക്കത്തില് രാഗം ഇങ്ങനെ നിർത്തിരിക്ക, പല്ലിങ്ങനെ വെച്ചിങ്ങനെ നിർത്തിരിക്ക. ഈ സാധനം അടികൂടെ ഒറ്റ വേണ്ടല്ല, പല്ല് വെച്ചോണ്ട് ഇങ്ങനെ പകുതി സാധനം ഇറങ്ങി പോയത്. ഇറങ്ങിപ്പോയി. മോനെ പേടിച്ചില്ലേ, ഒറ്റ ചാട്ടോ. കരിമ്പുലിയാണ് മോനെ. ഏതല്ലേ നാലിനല്ലേ എല്ലാരും ഉണ്ടായിനി. കൊടുത്തു നടന്നോളൂ. അതല്ലേ അത് പിന്നെ മാണോ വേണ്ടി വെച്ചിട്ടൊക്കെ ഇവിടെ ജീവിച്ചനെ. ഞാൻ അധികം പറ്റാണ് തോന്നുമ്പോ കയറി വരും. അത് നിങ്ങൾക്ക് അല്ല പറ്റില്ലല്ലോ, ബാക്കിയുള്ള ഞങ്ങളൊക്കെ. ഇവ മെയിനായിട്ട് ഇവനാണേ. ഇവ മതി, ഇവനല്ല ഫുൾ ടൈം ഇവിടെ. ഇമ്മല്ല ഒളിച്ചിനാന്ന് പൂച്ചനെ കാണാനായിട്ട്. അല്ലല്ല അതൊക്കെ ഒരു കാലം. അതങ്ങനെ കളിപ്പിച്ചു കുത്തിരിക്കണ്. അല്ലല്ല എന്നിട്ട് എന്നിട്ട് പോട്ടെ. അജ്മല ഇറങ്ങാ. ഞാൻ പറയുമ്പോ അജ്മലേ ഇന്ന് അപ്പാപ്പനോട് തുറവിയാ അതിന് അത് തുറന്ന പോയ ശരി. എന്താടാ
ഉമ്മ പോയി ഒന്നും എടുത്തില്ല ഇങ്ങനെ കൈ ഇങ്ങനെ പോകാം ഞാൻ വിട്ടുന്ന ഇവൻ നിക്കാൻ വന്നതല്ല. ആ നമ്മളവിടെ അല്ലയോ ഓൻ ഇവിടെ നിന്നിട്ട് ഇമ്മമാരെന്ന് കാണപ്പോ ഇവിടെ ഓൻ വയനാട് നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ തമിഴ്നാട് ഇങ്ങനെ പോവാണ്. അപ്പൊ പോയിട്ട് ഇവിടെ നാട്ടിൽ കൂടെ പോവല്ലേ അപ്പൊ ജസ്റ്റ് കേറിയിട്ട് പോയി ചാച്ചിട്ട് വന്നാണ്. പിന്നെ ഇവിടെ പുലി അടിക്കുന്നത്ര ഞാൻ അറിഞ്ഞിട്ടില്ല മുറ്റത്ത് ഒരേ എടുത്തോ തോട്ടത്തിൽ നിന്ന് എന്തൊക്കെ സൗണ്ട് കേൾക്കണത് ഞാൻ മൈൻഡ് ചെയ്തില്ലാന്നപ്പോ ഒന്ന് പറഞ്ഞപ്പോഴാ അറിയണേ എന്റെ കിളി പോയി പുലിയൊക്കെ വന്നാണെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. വെറുതെ പറഞ്ഞു പേടിപ്പിച്ചാടാ. അത് പോട്ടെ ആണോ പോയതാ. കാറിലാണ് വന്നിരിക്കുന്നത്. അവന്റെ കാറോടെ താഴെ ഉണ്ട്. അജ്മൽ അങ്ങനെ തിരിച്ചു പോവുകയാണ്. പോയി കാര്യത്തിലാണോ ആക്കി തരണോ? ഞാൻ ആക്കിയിട്ട് തന്നാ അങ്ങനെ ഗൈസ് ഞാന് അജ്മലിന് അത് ഇതാടാ വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുക്കണം. ഞങ്ങള് ഗൈസ് അജ്മലിനെ യാത്രയാക്കാൻ വേണ്ടി പോകുന്നു. എന്താ അജ്മലെ എനിക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ജയ എന്താ കൊണ്ടീനെ? രണ്ട് വാക്ക് പറഞ്ഞ എന്ത് പറയാ അത്ര നമ്മളല്ലേ പറയാം 2-3 വാക്കൊക്കെ. പിന്നെ എത്ര പറഞ്ഞൊന്നും പോരെ കഴിഞ്ഞില്ലേ? ഇത് തീർന്നില്ലേ? അന്ത്യല്ലേ കഴിഞ്ഞില്ലേ? ഞാൻ പോയി അസ്സലാമു പോയട്ടെ. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. എടാ ഇത് കൊണ്ട് ഞാൻ പോണേ. ഓക്കെ ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. സെറ്റല്ലേ? സെറ്റ് മതിയാ ഇനി അങ്ങോട്ട് വരില്ലാന്നാണ്. ഇനി വരൂ പോട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ അജ്മലിനെ യാത്ര അയച്ചിരിക്കുകയാണ്. ഉമ്മ സൈഡായ ഉമ്മ ഞാൻ കടന്നു നിങ്ങളാണ് മോറിക്കോളി. അതാണ് ഇപ്പൊ ഉമ്മമാന്റെ വർത്താനം ഗൈസ്. ഇത് ഗൈസ് ഇത് നമ്മള് ഇതെന്ന് ഇന്നത്തെ ഇണത്തർക്ക് ഇന്നലെ ഇത്രക്കൊന്നും ഇല്ലാനിയല്ലോ. ഇന്നലെ നമ്മള് ചോറൊന്നുമില്ലല്ലോ. അല്ല ചെരുപ്പ് എന്തിനാ എടുത്ത് കൈ പിടിച്ചാനോ? ഇതൊക്കെ കഴിച്ച് ഈ പെലച്ചകട് മോറി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് പേടിച്ചേണ്ട ആവശ്യമല്ല അല്ലേ? വേറെ ഏതൊക്കെയോ പള്ളിക്കൊന്നും ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മളെ പള്ളിക്കൊന്നും കൊടുത്തിട്ടില്ല ഗൈസ്. നമ്മളിവിടെ ചെറിയൊരു പള്ളിയുണ്ട്. ജുമാ മസ്ജിദൊന്നല്ല എന്നാലും ചെറിയ മസ്ജിദ് 1 കിലോമീറ്റർ അപ്പുറത്ത് ചാത്തമുണ്ട. ഈ ഗൈസ് ഈ ടൈപ്പ് സാബൂനായിട്ട് ഇങ്ങോട്ട് തേക്കത് ഇതായിട്ടാണോ അമ്മ തേക്കണ്? ഇതല്ലേ ഒരു ഓരോരോ ഉണ്ടാവണ്. ആ ഷാമ്പു ആണ് നല്ലത്. ഈ മറ്റേ സാബൂനായിട്ട് തേച്ചാണ്ടല്ലോ നമ്മളെ ആ പാത്രത്തുമ്പോ ഒരു പൊടി ഇങ്ങനെ ഉണ്ടാവും. ഷാമ്പു ആദ്യം അയിക്ക് ഒഴിച്ചു വെക്ക്. എന്നിട്ട് അതിൽ ഇങ്ങനെ ഒപ്പിയാൽ മതി. മറ്റേതല്ലേ എന്താ ലിക്വിഡ് അല്ലേ? ലിക്വിഡ് പാത്രം മോറാൻ നമ്മൾ എന്നും ഇഷ്ടപ്പെടണം. അതെ കോഴികളൊക്കെ കൂട്ടുന്നു പോകുന്നു. ഗൈസ് ആ വന്ന് പോയ വ്യക്തി അജ്മൽ അല്ലേ? അതെ അജ്മൽ. ഗൈസ് ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നില്ലേ അമ്മ? ഉമ്മാന്റെ ഒരു മകൻ അല്ലേ? അങ്ങനെയും പറയാം. ഉമ്മാന്റെ ഒക്കെ ഗൈസ് ഒരു മകനും പോലെയാണ് കണ്ടീനെ അല്ലേ ഇവിടെ നിന്ന ടൈമൊക്കെ? ഇതെങ്ങോട്ട് വെക്കണ്ടേ? ഇതുക്കോ ആ അതൊക്കെ ഒരു കാലം. ഒരു തന്നെ ഉള്ളൂ കഴിക്കാനുള്ള ഒരു പാത്രം തന്നെ ഉള്ളൂ. പാത്രം ഒരു ചണ്ടി തന്നെ ഉള്ളൂ. ആ എന്നാ പെട്ടെന്ന് കഴിയൂലോ. ഒന്നാക്കിനോട് തൂക്കിയെടുക്കണേ കല്ലവിടെ. കണ്ടോ ഞാൻ ഇതില് മുക്കിങ്ങാണ്ട് അയക്കാണ്ടിട്ടാ കേട്ടോ. അല്ല ഇന്ന് എപ്പോഴാ നമ്മൾ ആ പവൻ്റെ കൊടുക്കണ്? എപ്പോഴാ പോണ്ടി അവിടെ എന്താന്ന് നിക്ക ഞാന് വിളിച്ചു ചോദിച്ചു നോക്ക്. ഒരു ഉച്ചയാകുമ്പോ വിളിച്ചു ചോദിച്ചോക്ക്. ഉച്ചയാവുമ്പോഴോ? ഉച്ചയല്ല പണിയെടുക്കും. ഉച്ചക്കല്ല എന്തായാലും നോമ്പിന്റെ പണി തുടങ്ങുക. 8:30 നീച്ചൂലേ സ്കെച്ച് കടന്നാല്? അജ്മലോ അച്ഛേ അവിടെ ചക്ക അത് ഇതില് മുക്കിയിട്ടടല്ലേ അടക്ക ആ സോപ്പും പതയോടെ അങ്ങ് കിട്ടും. ആ അതിലൊരു മുക്കില് മുക്കി ബാങ്ക് കൊടുക്കണ്ടില്ല. അതാ ഞാൻ വെള്ളം കുടിച്ചില്ല. കുടിച്ചു എനിക്ക് ഞാൻ തന്നീലേനു. അത് കുടിച്ചണ്ട ഇത് കുടിച്ചോട് തന്നീന് എന്റെ കൈ അന്ന് കുടിച്ചേക്കുന്നതന്നെ. കുറച്ചേ കുടിച്ചിട്ടു.
സോറി വൈകുന്നേരം ഇനി ഉച്ചക്ക് കുടിച്ചാ ഗൈസ്. ഇതിലുണ്ടല്ലോ ഇഷ്ടംപോലെ പാത്രം എൻ്റെ അടിയില്. നിങ്ങൾ എപ്പോഴേലും ഒന്ന് മോറുമ്പോ എത്ര അപ്പൊ എന്നും മോറിന എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കാം. അതെന്താ അറിയോ, ഒരു ഞാൻ മോറാന്നില്ല, പാത്രം മോറാന്നുള്ള ഒരു ഫീല് മാറ്റിയിട്ട് എടാ ഞാൻ നല്ലൊരു ഇതാണ്, നല്ലൊരു പണിയിലാണ് ആലോചിച്ച. നമ്മക്കേ സിങ്ക് ഉണ്ടെങ്കിൽ അത് അപ്പളേ അത് മോറില കഴിയും. അതല്ല ഇതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കല്ലേ. അതുകൊണ്ട് ഇന്നിപ്പോ പെരച്ചൊക്കെ നമ്മള് താളിച്ചത് ബാങ്ക് കൊടുക്കണുണ്ട്, അത് മറന്നിട്ടില്ലേ? അതിന്റെ ഡിഗ്രി വർത്താനം പറയുന്നത് ഓഫാക്കി കളി. അങ്ങനെ ഗൈസ് പാത്രം മോറി കഴിഞ്ഞു. ഇപ്പം അവിടെ പാത്രം അടുക്കി വെക്കുകയാണ്. ഇതും പാടെ കഴിഞ്ഞ് നമ്മളെ പരിപാടി കഴിഞ്ഞില്ലേ അമ്മ? നേരെ സ്കെച്ച് തുടങ്ങാം. എടാ ഈ കത്രിക എവിടെ, പിന്നെ എങ്ങനെ അവിടെ തപ്പിയൊക്കെയാണ് അതൊക്കെ? ഇതൊക്കെ എന്താ അടുക്കളയില്? അതവിടെ കൊണ്ട് ഉമ്മമാന്റെ പണിയാവും പടച്ചോനെ. ഇല്ല ഇരുമ്പ് കണ്ടതിൽ അടുക്കളത്തെ ഡ്രിമ്മറൊക്കെ ഉണ്ടായിന് ഗൈസ് അടുക്കളയില്. ഇത് പുതിയ തരം മെഷീനാണ് എഴുതി ഉമ്മമ്മ കൊണ്ടുവന്ന് വെക്കണേണ്. ഓക്കെ മോമ ഇറങ്ങിയോ? ഉമ്മ ഗൈസ് കുറച്ചും കൂടി തുടങ്ങിയിരിക്കണേ. നിസ്കരിച്ചിട്ട് അടക്കണില്ലേ? അമ്മ ആ പാത്രങ്ങൾ ഒച്ചയും പുളിയൊക്കെ ഒന്ന് മാറ്റിയിട്ടേ. എല്ലാവർക്കും അസ്സലാമലൈക്കും. എല്ലാവർക്കും ഗൈസ് നമ്മളെ അടുത്തൊരു പുതിയൊരു നല്ല വ്ളോഗുമായിട്ട് കാണാം അല്ലേ? അതിനു മുമ്പ് ഗൈസ് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടുക അല്ലേ? ആ സബ്സ്ക്രൈബ് മാത്രം ചെയ്തിട്ട് ബെല്ലൈക്കണ് അതൊക്കെ ഗൈസ് നിങ്ങളെ ഇഷ്ടം. ഞങ്ങളെ വീഡിയോ എനിക്കറിയാം ആൾക്കാർക്ക് എത്താനല്ലേ. ആ അപ്പൊ ഗൈസ് അത് ഞങ്ങൾ പറയാതെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അല്ലേ? എന്നാ മമ്മിയും ഗൈസ് അവിടെ ഉറങ്ങുന്നുണ്ട്. ഉമ്മമാരോടും പാടെ ഒന്നും പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ കണ്ട് അവസാനിപ്പിക്കാം. മമ്മ എന്നാ ഇങ്ങോട്ടെന്തിരാ? നമുക്ക് അടുത്ത വ്ളോഗായിട്ട് കാണാം ഗൈസ് അല്ലേ? എന്നിട്ടാ എന്റെ വകയും പാടെ ഒന്ന് ഗൈസ് അടുത്ത വ്ളോഗായിട്ട് കാണാൻ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്.